Hi friends, welcome back. iPhone 15 series launch ചെയ്തിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒട്ടനവധി നല്ല മാറ്റങ്ങളുമായിട്ടാണ് 15 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് ഈ വീഡിയോയിൽ 15 സീരീസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, പ്രോയിൽ വന്നിരിക്കുന്ന മാറ്റം, പ്രോ മാക്സിൽ വന്നിരിക്കുന്ന മാറ്റം, 15ൽ വന്നിരിക്കുന്ന മാറ്റം, ഇതിന് വാച്ച് അൾട്രാ 2വിൽ വന്നിരിക്കുന്ന മാറ്റവും വാച്ച് 9ൽ അടക്കമുള്ള മാറ്റങ്ങളെല്ലാം വിത്ത് ഇന്ത്യൻ പ്രൈസിംഗ്, സെയിൽ ഡേറ്റ്, പ്രീ ഓർഡർ ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലുണ്ട്. സോ എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതിന്റെ അൺബോക്സിംഗും ഡീറ്റെയിൽഡ് റിവ്യൂവും വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചേഞ്ചസ് എന്തൊക്കെയാണ്, പുതിയ മാറ്റങ്ങൾ എന്ന് മാത്രമാണ് പറയുന്നത്. ഇപ്പോഴേക്ക് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല, വരുന്നേ ഉള്ളൂ. വന്നു കഴിയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ആദ്യമായിട്ട് നമുക്ക് iPhone 15 Pro Maxന്റെ കാര്യം പറയാം. പ്രോ മാക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിച്ചിരുന്നത് ടൈപ്പ് സി പോർട്ട് വരുമെന്നുള്ളതാണ്. അത് വന്നിട്ടുണ്ട്. USB 3.0 തന്നെ വന്നിട്ടുണ്ട്. ഫാസ്റ്റായ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഈവൻ ആപ്പിൾ വാച്ച് നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ടൈപ്പ് സി പോർട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങളും അതിലുണ്ടായിരിക്കും. അതാണ് ഏറ്റവും അധികം നമ്മൾ കാത്തിരുന്ന ഒരു മാറ്റം. അതെന്തായാലും വന്നു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഫ്രെയിം പ്രതീക്ഷിച്ച പോലെ തന്നെ ടൈറ്റാനിയം ഫ്രെയിം ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ടൈറ്റാനിയം, വൈറ്റ് ടൈറ്റാനിയം, ബ്ലൂ ടൈറ്റാനിയം, നാച്ചുറൽ ടൈറ്റാനിയം തുടങ്ങി 4 കളറിലാണ് ഈ ഫോണുകൾ വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ നോർമൽ ആയിട്ടുള്ള അവരുടെ വരാറുള്ള പോലെ തന്നെ 120 ഹെർട്സിന്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ, സെറാമിക് ഷീറ്റിന്റെ പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള ആ ഒരു OLED ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ തിന്നറാക്കിയിട്ടുണ്ട് ബെസിൽസിന്റെ അളവൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ ഡിസൈനിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ടോട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ആക്ഷൻ ബട്ടൺ. നമ്മുടെ നോർമലി ഉള്ള ഇപ്പോൾ എൻ്റെ 13 Pro Maxിലൊക്കെ കാണുന്ന ഈ ഒരു മ്യൂട്ട് സ്വിച്ച് നിങ്ങൾ താഴേക്കും മുകളിലേക്കും തട്ടുന്ന സംഭവത്തിന് പകരം പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ഷൻ ബട്ടൺ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു മാറ്റം. ഇത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇത് കസ്റ്റമൈസബിളും ആവും നമ്മൾ അറിഞ്ഞിരുന്നു. അതങ്ങനെ തന്നെയാണ്, കസ്റ്റമൈസബിൾ ആണ്. നമുക്കത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടോ, ക്യാമറ മീൻസ് ക്യാമറ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടോ, ക്യാമറ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടോ, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡിംഗ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടോ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ സാധിക്കും ഈ ആക്ഷൻ ബട്ടൺ. ഇതിനപ്പുറം ഷോർട്ട് കട്ടുകൾ ഇതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കാനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഒട്ടനവധി ആപ്പുകൾ ഓപ്പൺ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈ ആക്ഷൻ ബട്ടൺ ഉപയോഗിക്കാൻ സാധിക്കും. സോ കസ്റ്റമൈസബിൾ ആയ ആക്ഷൻ ബട്ടൺ ആണ് ഇതിന്റെ അടുത്ത ഒരു ഹൈലൈറ്റ്. പിന്നെ നോർമൽ ആയിട്ടുള്ള ഡൈനാമിക് ഐലൻഡ് പോലുള്ള കാര്യങ്ങൾ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങൾ, 1000 നിസ്, 1600 നിസ്, 2000 നിസിന്റെ വരെ പീക്ക് ബ്രൈറ്റ്നസ്, ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു ഫോൺ തരും. സോ ഡിസ്പ്ലേയുടെ ഭാഗത്തൊക്കെ ടോപ്പ് ലെവൽ കാര്യങ്ങൾ പതിവ് പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ അടുത്ത ഹൈലൈറ്റ് അല്ലെങ്കിൽ മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് A17 Pro ചിപ്പാണ്. അതായത് ടോപ്പ് ലെവൽ പെർഫോമൻസ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. അത് എത്രത്തോളം സ്റ്റേബിളായിട്ട് അടിപൊളിയായിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അവർ സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് തരുന്ന ബ്രാൻഡാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളാണ് കൊണ്ടുവരുന്നത്. സോ ഇവിടെയും അത് പ്രതീക്ഷിക്കാം. ഹെവി ഗെയിമുകൾ, അതായത് നമ്മുടെ കൺസോൾ ലൈക്ക് ഗെയിമുകളുണ്ട്, ഈ എന്താ പറയുക റെസിഡൻസ് ഈവിൾ പോലുള്ള ഗെയിമുകളുണ്ട്, അതൊക്കെ ഹെവി സംഭവങ്ങളാണ്. അതൊക്കെ ഇതിനകത്ത് ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അതൊക്കെ വരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ റേ ട്രേസിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് ഇതിൽ വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഗെയിമിംഗ് എന്ന് പറയുന്ന സംഗതി അടുത്ത ലെവലിലേക്ക് പോകും iPhone 15 സീരീസിൽ. സോ ഇതിൻ്റെ പെർഫോമൻസിനെ ആ രീതിയിലാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ GPU ഒക്കെ വേറെ ലെവലാണെന്നാണ് പറയുന്നത്. സോ ആ ഒരു പെർഫോമൻസ് എന്തായാലും കണ്ട് തന്നെ അറിയേണ്ടതാണ്. സോ A17 Pro എന്ന പ്രൊസസ്സർ വെച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് അടുത്ത പമ്പൻ അപ്ഡേറ്റ്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാന ചേഞ്ചാണ് പെരിസ്കോപ്പിക് സൂം. അതായത് വലിയ സൂമിംഗ് കപ്പാസിറ്റി ഉള്ള ക്യാമറകൾ വരുമെന്ന് നമ്മൾ കേട്ടിരുന്നു. മെയിൻ ക്യാമറ 48 മെഗാ പിക്സൽ തന്നെയാണ്. 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ വരുന്ന ടെലിഫോട്ടോ ലെൻസിലാണ് ഈ സൂമിംഗ് സെറ്റപ്പ് ഉള്ളത്. 6x സൂം വരുമെന്നാണ് നമ്മൾ കേട്ടിരുന്നത്. 1x കുറഞ്ഞിട്ടുണ്ട്. 5x ഒപ്റ്റിക്കൽ സൂമാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതും മാക്സിൽ മാത്രമേ ഉള്ളൂ, പ്രോയിലില്ല. ആ ഒരു ഡിഫറൻസ് വേണ്ടായിരുന്നു, പ്രോയിലും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം തോന്നിയത്. ബട്ട് പ്രോ മാക്സിൽ തീർച്ചയായിട്ടും 5xന്റെ ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു നല്ല സൂമിംഗ് ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിലൂടെ കിട്ടും, പ്രോ മാക്സിലൂടെ. സോ അതാണ് ക്യാമറയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രധാന മാറ്റം. ഫ്രണ്ട് ക്യാമറ യൂഷ്വലായി 12 മെഗാ പിക്സൽ തന്നെയാണ്. എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുള്ള കാര്യം കയ്യിലേക്ക് ഇട്ട് ഉപയോഗിച്ച് നോക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അൾട്രാ വൈഡ് ബാൻഡ് ടെക്നോളജി പോലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ദൂരത്തേക്കുള്ള പ്രൊഡക്റ്റുകൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ, അതുപോലെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കാണിച്ചു തരുന്ന തരത്തിലൊക്കെ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അതും യൂസ് ചെയ്ത് തന്നെ നോക്കണം. എങ്കിലും അതിലും മാറ്റം വരുത്തിയിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം യൂഷ്വൽ ആയിട്ടുണ്ട്. ഫേസ് ID പോലുള്ള കാര്യങ്ങൾ, എമർജൻസി SOS, സാറ്റലൈറ്റ് SOS. ഇന്ത്യയിൽ ഇപ്പോഴും അവരുടെ ലിസ്റ്റിൽ ഇപ്പോഴും ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല. എങ്കിൽ പോലും അതൊക്കെയുണ്ട്, ഈ സാറ്റലൈറ്റ് വഴിയുള്ള കാര്യങ്ങൾ. അതേപോലെ ക്രാഷ് ഡിറ്റക്ഷൻ പോലുള്ള കാര്യങ്ങൾ, അതെല്ലാം പതിവായിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതൊക്കെ ഇതിലും വരുന്നുണ്ട്. സോ നമ്മൾ പ്രതീക്ഷിച്ച പ്രധാനപ്പെട്ട എല്ലാ മാറ്റങ്ങളും ഈ പ്രോ മാക്സ് എന്ന മോഡലിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. 6x സൂം പ്രതീക്ഷിച്ചു, 5x വന്നിട്ടുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഒരു മാറ്റം. ഇനി 15 എന്ന ബേസ് മോഡലിലേക്ക് വന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച 2 പ്രധാന മാറ്റങ്ങൾ ഡൈനാമിക് ഐലൻഡ് എല്ലാത്തിലും വരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബേസ് മോഡലുകളിലും ഡൈനാമിക് ഐലൻഡ് വന്നിട്ടുണ്ട്. ബാക്കി ഡിസ്പ്ലേ കാര്യങ്ങളിൽ
വലിയ വ്യത്യാസമൊന്നുമില്ല. 6.1 ഇഞ്ച് ഡിസ്പ്ലേ, 6.7 ഇഞ്ച് പ്ലസ് മോഡലിൽ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. USB-C ഇവിടെയും വരുന്നുണ്ട്, അതായത് ബേസ് മോഡലിലും വരുന്നുണ്ട്, അതിൽ മാറ്റമില്ല. പക്ഷെ സ്പീഡിൽ വ്യത്യാസമുണ്ട്. ഞാൻ പ്രോ മാക്സിൽ പറഞ്ഞത് USB 3.0 സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഇവിടെ 2 തന്നെയുള്ളൂ. സോ ഇവിടെ വലിയ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനില്ല. ബട്ട് യൂണിവേഴ്സലായ ടൈപ്പ് C കേബിൾ ഉപയോഗിക്കാൻ സാധിക്കും. ക്യാമറയിൽ മാറ്റം വന്നിട്ടുണ്ട്. 48 മെഗാ പിക്സലിന്റെ ഹൈ റെസൊല്യൂഷൻ ക്യാമറ കൊടുത്തിരിക്കുന്നു ഇതിന്റെ മെയിൻ ക്യാമറയിൽ. അത് തീർച്ചയായിട്ടും നന്നായി. കഴിഞ്ഞ വർഷം പ്രോ മോഡലിൽ മാത്രം ഉണ്ടായുള്ളൂ, ഇപ്പോൾ ബേസ് മോഡലിലും അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതെന്തായാലും ഒരു നല്ല തീരുമാനം. പിന്നെ 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് റിയർ സൈഡിൽ വരുന്ന സെക്കൻഡറി ക്യാമറ. ഫ്രണ്ടിൽ 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും. പ്രോസസറിലേക്ക് വന്നു കഴിഞ്ഞാൽ A16 ബയോണിക് ചിപ്സെറ്റ്, പ്രോ മോഡലുകളിൽ A17 പുതിയ വേർഷനാണ്. കഴിഞ്ഞ വർഷത്തെ പ്രോ മോഡലുകളിൽ ഉണ്ടായിരുന്ന A16 ആണ് ഇത്തവണ ബേസ് മോഡലിൽ വരുന്നത്. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് സമയത്ത് നമ്മൾ കണ്ടുവരുന്നത്. സോ ബേസ് മോഡൽ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് പുതിയ വേർഷൻ അല്ലെങ്കിൽ പുതിയ ലെവലുള്ളൊരു പ്രോസസർ അല്ലെങ്കിൽ പെർഫോമൻസ് കിട്ടും. പക്ഷേ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പ്രൊമോഷൻ ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങൾ 120 ഹെർട്സ് അല്ലെങ്കിൽ ഒരു 90 ഹെർട്സ് എങ്കിലും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ 60 ഹെർട്സ് തന്നെയുള്ളൂ, അതിലൊരു അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടില്ല. സോ അത് ഇച്ചിരി മോശമായി പോയി. എങ്കിൽ പോലും പെർഫോമൻസ് അടുത്ത ഒരു ലെവലിൽ തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഇവിടെയും ആ പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ അൾട്രാ വൈഡ് ബാൻഡ് ടെക്നോളജി വരുന്നുണ്ട്. നമ്മുടെ ഡിവൈസുകളൊക്കെ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ടും ലോങ് ഡിസ്റ്റൻസിലേക്കും ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ആ സംവിധാനം. പിന്നെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് വോയിസ് ഐസൊലേഷൻ ഫീച്ചർ അതും വന്നിട്ടുണ്ട്. അതായത് നോയ്സ് ഉള്ള സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നോയ്സ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നത് മാത്രം ക്ലിയർ ആയിട്ട് അപ്പുറത്തേക്ക് കേൾക്കുന്ന ഒരു അവസ്ഥയിലുള്ള ആ ഒരു സംവിധാനം ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോ മോഡലിലും ഉണ്ട്, ഇതിലും ഉണ്ട്. പിന്നെ ബാറ്ററി ലൈഫ് പോലുള്ള കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസം കണ്ടില്ല. കളർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഈ കളറുകളിലൊക്കെയാണ് ഇത് വരുന്നത്. സോ മൊത്തത്തിൽ ബേസ് മോഡലിൽ 48 MP ക്യാമറ, ഡൈനാമിക് ഐലൻഡ്, A16 ബയോണിക് ചിപ്സെറ്റ്, USB-C ഈ 4 കാര്യങ്ങളാണ് പ്രധാന മാറ്റങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും പഴയ വെർഷനുകൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ടെംപ്റ്റേഷൻ തോന്നാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി ആപ്പിൾ വാച്ച് 9 ഒറ്റ നോട്ടത്തിൽ ഒരു വ്യത്യാസവും തോന്നില്ല. നമ്മുടെ ആപ്പിൾ വാച്ച് 7 ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് കെട്ടിക്കൊണ്ടിരുന്നുകൊണ്ടാണ് ഞാനത് കാണുന്നുണ്ടായിരുന്നത്. ഒരു വ്യത്യാസവും തോന്നിയില്ല. അത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടെന്നേ എനിക്ക് തോന്നിയില്ല. എങ്കിലും അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ബാറ്ററി ലൈഫ് പഴയ പോലെ തന്നെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 18 അവറിന്റെ ബാറ്ററി ലൈഫ് നിലനിർത്തിയിരിക്കുന്നു. സിരി എന്ന് പറയുന്ന സംവിധാനം ഇതിലൂടെ ആക്സസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഹെൽത്ത് ഡാറ്റ സിരിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് സ്റ്റാക്ക് എന്ന് പറയുന്ന സംവിധാനം, ഹോം പോഡ് പോലുള്ള സംവിധാനങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെതായ സംവിധാനങ്ങൾ അവിടെ ആക്ടിവേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മീഡിയ സജഷൻസ്, ഹോം പോഡിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ മീഡിയ സജഷനും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വരുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് 2000 നിസിലേക്ക് കൊടുത്തിരിക്കുന്നു. ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ 1 നിസിലേക്ക് താഴുമെന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ബാറ്ററി ലൈഫ് കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വലിയ കാര്യമൊന്നും പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്, 2000 നിസ് ടു 1 നിറ്റ്സ്. പിന്നെ ന്യൂവർ ആയിട്ടുള്ള അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പും വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഫോണുകളുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആക്യുറസിയും കാര്യങ്ങളൊക്കെ കുറേ കൂടി ഫാസ്റ്റ് ആയിട്ടും കൃത്യമായിട്ടും കുറച്ചും കൂടി ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും ആക്യുറേറ്റ് ആയിട്ട്. പിന്നെ ഒരു നല്ല ഫീച്ചർ വന്നിരിക്കുന്നത് ഡബിൾ ടാപ്പ് ഫീച്ചറാണ്. അതായത് ഈ ഫിംഗർ കൊണ്ട് ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്താൽ ഇതിൽ കോൾ വന്നിട്ടുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ആവുകയും കോൾ അറ്റൻഡ് ആയി നിൽക്കുകയാണെങ്കിൽ ഡബിൾ ടാപ്പ് കൊടുത്താൽ കോൾ ഡിസ്കണക്ട് ആവുകയും ചെയ്യും. അതുപോലെ ക്യാമറ ക്യാപ്ചർ ചെയ്യാൻ, നമ്മൾ ദൂരെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ക്യാപ്ചർ ചെയ്യാൻ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ ക്യാമറയിൽ ക്യാപ്ചർ ആയിക്കോളും. അങ്ങനെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ഈ ഡബിൾ ടാപ്പ് ജസ്റ്റർ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പുതിയ ഒരു ഫീച്ചർ. ഇത് ആക്സസിബിലിറ്റി ഫീച്ചർ ആയിരുന്നു, ഇപ്പോൾ ഇത് മെയിൻ സ്ട്രീം ഫീച്ചറായിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നന്നാവുമെന്ന് തോന്നുന്നു. പല കാര്യങ്ങളും നമുക്ക് വിരൽ കൊണ്ട് ടാപ്പ് ചെയ്യുന്നതിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എത്രത്തോളം ആക്യുറേറ്റ് ആവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്കിലും ഇവർ പറയുന്നത് ഭംഗിയായിട്ട് വർക്ക് ചെയ്യുമെന്നാണ്. ആപ്പിൾ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയുന്ന ഒരു ഫീച്ചർ തീർച്ചയായിട്ടും ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട് പലപ്പോഴും. സോ ഇവിടെയും നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഇതൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് നമുക്ക് പറയാം. ഒപ്പം തന്നെ S9 പുതിയ പ്രൊസസ്സറും വന്നിരിക്കുന്നു. സോ ബെറ്റർ പെർഫോമൻസും പ്രതീക്ഷിക്കാം. ഓൾറെഡി വാച്ച് 7 ഉപയോഗിക്കുന്ന എനിക്ക് ഇപ്പോഴും പെർഫോമൻസിന് യാതൊരു ഇഷ്യൂ ഇല്ല. ബട്ടറി സ്മൂത്താണ്. സോ ഇവിടെ പെർഫോമൻസിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ വാച്ചിനകത്ത് അതുകൊണ്ട് വലിയ സംഭവമൊന്നും ഫീൽ ചെയ്യാനില്ല. ബട്ട് തീർച്ചയായിട്ടും സ്മൂത്ത് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള കുറേ ഫീച്ചറുകളാണ് ആപ്പിൾ വാച്ച് 9 വന്നിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പഴയ വാച്ച് 8, 7 എന്നൊക്കെ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ മാത്രം എന്തെങ്കിലും നിങ്ങളിതിൽ കണ്ടുപോകും. ഇനി ആപ്പിൾ വാച്ച് അൾട്രാ 2 വന്നു കഴിഞ്ഞാൽ പുതിയ S9 പ്രൊസസ്സർ. അത് ഈ പറഞ്ഞ പോലെയാണ്, നമുക്ക് വലിയ മാറ്റം തോന്നില്ല. കാരണം ഓൾറെഡി ഉള്ളതും ഗംഭീര പെർഫോമൻസ് ആണ്, സ്മൂത്താണ്. ഇതും സ്മൂത്ത് ആയിരിക്കും. പിന്നെ 3000 നിസിൻ്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ഒരു വാച്ചിൽ 3000 നിസിൻ്റെ ബ്രൈറ്റ്നസ് ഫ്ലാഷ് ലൈറ്റായിട്ട് ഉപയോഗിക്കാനായിരിക്കും. എന്തായാലും ഗംഭീര ബ്രൈറ്റ്നസ് ആണ് ഒരു വാച്ചിനെ സംബന്ധിച്ച് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം രണ്ടാമത്തെ. പിന്നെ പുതിയ മോഡുലാർ അൾട്രാ വാച്ച് ഫേസ്, കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഇറങ്ങുന്ന കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് ഫീച്ചർ ഇതിലുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3-4 മാറ്റങ്ങളാണ് വാച്ച് അൾട്രയിൽ വന്നിരിക്കുന്നത്, അൾട്രാ 2 വന്നിരിക്കുന്നത്. അൾട്രയിൽ നിന്ന് അൾട്രാ 2 നോക്കുമ്പോൾ കാര്യമായ ഒന്നുമില്ലല്ലോ എന്ന് തോന്നാം. ഈ ഡബിൾ ടാപ്പ് ഫീച്ചർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല. സോ വാച്ച് അൾട്രാ കയ്യിലുള്ളവർ 2 മാറേണ്ടതിൻ്റെ യാതൊരുവിധ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ്, ഫോണുകളുടെയും വാച്ചുകളുടെയും ഒക്കെ പ്രൈസ് എത്രയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ വാച്ച് 9
41,900 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് SE വേരിയന്റ് കൂടിയുണ്ട്, അത് വന്നിട്ട് 29,900 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അൾട്രയുടെ പ്രൈസ് 89,900 സോ ഇത് ഇന്ത്യൻ പ്രൈസിംഗ് ആണ്. ഇത് മൂന്നും വാച്ച് SE, വാച്ച് 9, വാച്ച് അൾട്ര ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് തൊട്ട് തന്നെ ഓർഡർ ചെയ്ത് തുടങ്ങാം. എന്നാൽ ഫോണുകളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഫോണുകളുടെ പ്രൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ 15 128GB ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 79,900 15 പ്ലസ് 128GB 89,900 സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് മോഡലുകൾ. കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെയാണ്. സോ വലിയ ഓവർ പ്രൈസ് എന്ന് പറയാനില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, വില അതുപോലെ നിൽക്കുന്നു. സോ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രോ മോഡലിന്റെ വില കൂടി പറയാം. പ്രോ 128GB 1,34,000 രൂപയാണ്. സോ വലിയ കുഴപ്പമില്ല. പ്രോ മാക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 1,59,900 രൂപയാണ് ഇതിന്റെ പ്രൈസ്. പക്ഷേ ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഭയങ്കര കൂടുതലായി പോയല്ലോ നമുക്ക് തോന്നും. പക്ഷേ 128GB നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ 256GBക്കാണ് ഈ ഒരു പ്രൈസ് വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ വലിയ ഹൈക്ക് കാണാനില്ല. എന്നാലും അത് കിട്ടണമെങ്കിൽ, ഈ മാക്സ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു വേരിയന്റ് എടുത്തേ പറ്റൂ. ഇതാണ് ബേസ്, അല്ലെങ്കിൽ ഇതാണ് സ്റ്റാർട്ടിംഗ്. അപ്പോൾ എങ്ങനെയുണ്ട് ആപ്പിളിന്റെ പ്രൈസിംഗ് ഇത്തവണത്തെ? എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത പ്രൈസിംഗ് ആണ്. ആപ്പിൾ ഫാൻസിനെ സംബന്ധിച്ച് അവർക്കൊരു ഐഡിയ കിട്ടും ഇതെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം. ബട്ട് ആപ്പിൾ ഫാൻസ് ആയാലും അല്ലെങ്കിലും ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിലും എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ മാറ്റങ്ങളെക്കുറിച്ചും ഈ വില നിലവാരത്തെക്കുറിച്ചും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കഴിവതും വേഗം വരും സമയങ്ങളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. പിന്നെ എന്താണ് വലിയ നെഗറ്റീവ് ഒന്നും പറയാത്ത, ഇതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊന്നും പറയാത്തതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോണില്ല. ഒന്നാമത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവരുടെ അവതരണത്തിൽ നിന്ന് ആ ഒരു ഇവൻ്റ് എന്നുള്ള വിവരങ്ങളാണ്. അപ്പോൾ അത് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വരട്ടെ, പ്രൊഡക്റ്റ് വരട്ടെ, എന്നിട്ട് പറയാം. ഇനിയിപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞാലും ഇല്ലെങ്കിലും ഉറപ്പായിട്ടും ഇതിൻ്റെ സെയിൽ കൂടാൻ തന്നെയാണ് പോകണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ കണ്ടല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം.